ഈ കാര്യങ്ങൾ പക്ഷേ എല്ലാവരും പറയുന്ന കാര്യമല്ല. ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ഗ്രോ ചെയ്യണമെങ്കിൽ ശരിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൊടുത്തേ പറ്റൂ. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിനെ എങ്ങനെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടായി കൺവേർട്ട് ചെയ്ത് അതിനെ ഗ്രോ ചെയ്ത് മോണിറ്റൈസ് ചെയ്തെടുക്കാനുള്ള എല്ലാ സെറ്റിംഗ്സും എങ്ങനെയാണ് കൊടുക്കുന്നത്, ഈ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന എല്ലാ സെറ്റിംഗ്സും ശരിയായ രീതിയിൽ എങ്ങനെ കൊടുക്കാം, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലാണെങ്കിലും പേജ് ആണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരു ഫേസ്ബുക്ക് പേജിന് അതിൻ്റേതായ അഡ്വാൻറ്റേജുകളുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു ജിമെയിൽ ഐ ഡിയിൽ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലും ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതും ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഓൾറെഡി ഉള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ തന്നെയാണ് നമ്മൾ ഈ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ജിമെയിൽ ഐ ഡിയിൽ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തല്ലോ അതുപോലെ തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ സെറ്റിംഗ്സും കൊടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ പ്രൊഫൈലിൽ പുതിയൊരു ഫേസ്ബുക്ക് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ഈ പ്രൊഫൈൽ ലോഗോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്ക്, ഞാൻ ഓൾറെഡി ഈ പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ 3 ഫേസ്ബുക്ക് പേജുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്ക്, സഞ്ജൂസ് നായർ, കൊക്കോൻ ലാറ, പാകൽപ്പൻ വിത്ത് ആശു, ഈ 3 പേജുകൾ ഞാൻ ഓൾറെഡി ഈ പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇവിടെ താഴേക്ക് നോക്കിക്കേ, ഇവിടെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിൽ പേജസ് എന്ന് പറഞ്ഞും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പേജസ് എന്ന് പറയുന്നത് ഇവിടെയാണ് കാണിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയായിരിക്കും കിടക്കുന്നത്. എവിടെ കിടന്നാലും ശരി, നിങ്ങൾ ഈ പേജസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ പേജസ് യു മാനേജ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പറഞ്ഞ 3 ഫേസ്ബുക്ക് പേജുകളും താഴെയായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മറ്റൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിലേക്ക് നോക്കിയാൽ ക്രിയേറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്രിയേറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, 2 ഓപ്ഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്ന് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു പേഴ്സണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. താഴേക്ക് നോക്കിയാൽ രണ്ടാമത്തെ ഓപ്ഷൻ പ്രൊഫഷണൽ. ഇതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് ഈ പേജിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രൊഫഷണലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴേക്ക് നോക്കുക, നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ പേജ് എന്ന് പറഞ്ഞിട്ട് പേജ് നെയിം കൊടുക്കാനുള്ള ഒരു സ്ഥലമാണ്. അതായത് നിങ്ങൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന പേജിന് എന്ത് പേരാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് പേരാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് നിങ്ങൾ ഇവിടെ കൊടുക്കുക. നിങ്ങൾ യൂട്യൂബിൽ ചാനൽ നെയിം കൊടുക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഞാനിവിടെ സഞ്ജൂസ് വ്ളോഗ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. കൊടുത്തിട്ട് ഇവിടെ താഴേക്ക് നോക്കുക, നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കുക, വാട്ട് കാറ്റഗറി ബെസ്റ്റ് ഡിസ്ക്രൈബ് സഞ്ജൂസ് വ്ളോഗ്സ്. ഇപ്പം നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഈ പേജിൻ്റെ പേരെടുത്തിട്ടാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് എന്ത് കാറ്റഗറിയിലുള്ള വീഡിയോസാണ് നിങ്ങൾ ഈ പേജിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ കാറ്റഗറിയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കാര്യങ്ങൾ അവിടെ താഴെ പറയുന്നുണ്ട്. ഇത് പലരും പറയാത്ത ഒരു കാര്യമാണ്. ഇവിടെ നോക്കുക, ചൂസ് 1 കാറ്റഗറി ടു ഷോ ഓൺ യുവർ പേജ്. അതുപോലെ യു ക്യാൻ ആഡ് 2 എക്സ്ട്രാ കാറ്റഗറീസ് ടു ഇംപ്രൂവ് സെർച്ച് റിസൾട്ട്സ്. എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി നമ്മുടെ ഈ പേജ് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് 2 എക്സ്ട്രാ കാറ്റഗറി കൂടെ സെലക്ട് ചെയ്യാം സെർച്ച് റിസൾട്ടിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അതായത് പബ്ലിക് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ 3 കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മുടെ വീഡിയോസും അവരുടെ മുന്നിൽ എത്തിക്കും. അതിന് വേണ്ടിയിട്ട് 2 എക്സ്ട്രാ കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കുക്കിംഗ് വീഡിയോസ് ആണ് ഈ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ഇതേപോലെ കുക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് നോക്കുക, കുക്കിംഗ് സ്കൂൾ, കിച്ചൺ, കുക്കിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഇതേപോലുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ കിച്ചൺ ഓർ കുക്കിങ്ങിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കുക, കിച്ചൺ ഓർ കുക്കിംഗ് നമ്മുടെ കാറ്റഗറിക്കുള്ളിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 എക്സ്ട്രാ കാറ്റഗറി കൂടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ ആദ്യം ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു ഡിജിറ്റൽ ക്രിയേറ്റർ. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ ഡിജിറ്റൽ ക്രിയേറ്ററിനെ തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നു. ഡിജിറ്റൽ ക്രിയേറ്ററും നമ്മുടെ കാറ്റഗറിക്കുള്ളിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു കാറ്റഗറി കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു ഡാൻസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഈ ഡാൻസ് സ്റ്റുഡിയോയെ സെലക്ട് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നോക്കാം, നമ്മുടെ 3 കാറ്റഗറിയും ഈ കാറ്റഗറിക്കുള്ളിൽ വന്നിട്ടുണ്ട്. 3 കാറ്റഗറിയെ നമുക്കൊരു ഫേസ്ബുക്ക് പേജിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ നിന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചുള്ള ഒരു കാറ്റഗറി ആയിരിക്കും നമ്മുടെ എബൌട്ട് സെക്ഷൻ്റെ താഴെ ആളുകൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കയറി കഴിഞ്ഞാൽ അവരെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ ഈ എബൌട്ട് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 കാറ്റഗറിയും നമ്മുടെ ആ എബൌട്ട് സെക്ഷനിനുള്ളിലായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഏതൊക്കെ കാറ്റഗറിയിലുള്ള വീഡിയോസ് ആണോ ഇടാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള കാറ്റഗറി നിങ്ങൾക്ക് 3 എണ്ണം ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൊടുത്തതിന് ശേഷം ഇവിടെ താഴേക്ക് നോക്കുക, ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, ഫിനിഷ് സെറ്റിംഗ് അപ്പ് യുവർ പേജ് എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് ബയോ.
ബയോ എന്ന് പറഞ്ഞാൽ ബയോഡേറ്റ എന്ന് പറയാം, അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ എബൌട്ട് സെക്ഷനിൽ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമല്ലോ, അതേപോലെ നമ്മുടെ ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഹായ് ഐ ആം സഞ്ജൂസ് നായർ ഇത്ര മാത്രം ഞാനിവിടെ കൊടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഈ ഫേസ്ബുക്ക് പേജിൽ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഈ ബയോയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴേക്ക് നോക്കുക കോൺടാക്ട് എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ അത് തന്നെ കൊടുക്കുന്നു. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നു. ഇവിടെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കോപ്പി ലിങ്ക്, ഞാൻ എൻ്റെ ഈ ചാനലിലെ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുന്നു. ഇനി വീണ്ടും തിരിച്ച് നമ്മൾ ഈ ഫേസ്ബുക്കിൻ്റെ ഈ സെറ്റിംഗ്സിലേക്ക് വരുന്നു. ഇവിടെ ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആ ലിങ്ക് നമ്മൾ ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത നിങ്ങളുടെ ഫോൺ നമ്പറാണ്. നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലൊക്കേഷനാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ടതാണ്. ആദ്യത്തെ ലൈൻ തന്നെ അഡ്രസ്സാണ്. അപ്പം ഞാനിവിടെ ജസ്റ്റ് കൊൽക്കത്ത എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണോ കൊടുക്കേണ്ടത് അതേപോലെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സിറ്റി ഓർ ടൗൺ ആണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സിറ്റി ഓർ ടൗൺ ഏതാണോ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഏതാണോ ടൗൺ അത് ഇതേപോലെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. അത് ഇവിടെ നോക്കുക, ഞാനിവിടെ കൊൽക്കത്ത എന്ന് ടൈപ്പ് ചെയ്തു. കൊൽക്കത്ത ഇന്ത്യ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇതേപോലെ സെലക്ട് ചെയ്തെടുക്കുന്നു. അപ്പം നിങ്ങളും നിങ്ങളുടെ ഏതാണ് അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുക. അടുത്തത് സിപ്പ് കോഡ്. ഇവിടെ നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തെ പോസ്റ്റൽ കോഡ് ഏതാണോ അത് നിങ്ങൾക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് ഇവിടെ നോക്കുക അവേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നോ അവേഴ്സ് അവൈലബിൾ. അതിനെ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴേക്ക് നോക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമ്മുടെ ഈ പേജിന് ഒരു ലോഗോ കൊടുക്കണം. അതുപോലെ ഒരു കവർ പേജ്, അതായത് ഒരു ബാനർ, അതും നമ്മൾ ഇവിടെ കൊടുക്കണം. അത് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ഈ പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നീടും കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇതിനെ ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുമാണ്. അപ്പോൾ ഇവിടെ നമ്മളിനി നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കുക ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള ഫ്രണ്ട്സിന് നമ്മൾ ഈ പേജ് ക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ച് നമുക്ക് ഇൻവിറ്റേഷൻ അയക്കാവുന്നതാണ്. അപ്പോൾ അവർ താല്പര്യമുള്ളവർ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ പേജിനെ ലൈക്ക് ചെയ്യുകയും നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് കൂട്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ എത്രമാത്രം കിട്ടുമെന്ന് നമുക്കറിയത്തില്ല, എങ്കിലും നമ്മൾ അവസരം മുതലാക്കുക. അപ്പം നമ്മളിവിടെ സെലക്ട് ഓൾ 1000ൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള 1000 ഫ്രണ്ട്സ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഏറ്റവും താഴേക്ക് നോക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഇൻവൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 1000 ഫ്രണ്ട്സിന് ഇപ്പോൾ ഇൻവിറ്റേഷൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ പേജിനെ ലൈക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും 1000 ഫ്രണ്ട്സ് വെച്ച് ഇതേപോലെ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇനി ഇവിടെ നോക്കി, ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷണൽ ഇമെയിൽസ് അബൌട്ട് യുവർ പേജ്. ഇത് നമ്മൾ ടിക്ക് ചെയ്യാതെ കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അനാവശ്യമായ ഒരുപാട് മെയിലുകൾ നമ്മുടെ ഇമെയിലിലേക്ക് വന്നുകൊണ്ടിരിക്കും. താഴെയുള്ള ഓപ്ഷൻ പേജ് നോട്ടിഫിക്കേഷൻസ് ഓൺ യുവർ പ്രൊഫൈൽ. അതായത് നിങ്ങളെ ഒരു പേജിലല്ല ഇപ്പോൾ നിൽക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലാണ് നിൽക്കുന്നതെങ്കിലും ഈ പേജിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഈ പ്രൊഫൈലിലേക്കും വരും. അപ്പോൾ അത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക, അത് നല്ലൊരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കുക സ്വിച്ചിങ് ടു സഞ്ജൂസ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ആ പേജിലേക്ക് ഇപ്പോൾ സ്വിച്ച് ചെയ്യുകയാണ്. നോക്കുക ആ പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക നമ്മുടെ ഈ ചാനൽ ലോഗോ എസ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്, നമ്മൾ ഇതുവരെ ലോഗോ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക നമ്മുടെ പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലോഗോയും നമ്മുടെ ഒരു കവർ പേജ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ലോഗോ കൊടുക്കാം. ലോഗോ കൊടുക്കാനായിട്ട് ഈ ലോഗോയുടെ താഴെയായിട്ട് കാണിക്കുന്ന ഈ ക്യാമറ ഐക്കോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കണം, ഇതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കുക ഒരു ക്രോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഞാനിവിടെ മുകളിലേക്ക് നോക്കുക സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ആ ഫോട്ടോ ഇവിടെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാനർ കൊടുക്കാം. ഇവിടെ ബാനർ കൊടുക്കുന്നതിൻ്റെ താഴെയായിട്ടും ഒരു ക്യാമറ ഐക്കോൺ കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് അപ്ലോഡ് ഫോട്ടോ, 2 ചൂസ് കവർ ഫോട്ടോ. അതായത് അപ്ലോഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള ഗ്യാലറിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ല ചൂസ് കവർ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമ്മുടെ ഈ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് കവർ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ പേജ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചൂസ് കവർ ഫോട്ടോയിൽ പോയിട്ട് യാതൊരു കാര്യമില്ല, നമ്മൾ അപ്ലോഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക ഈ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചതാണ്, ഇതിനെ തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ മുകളിലേക്ക് നോക്കുക സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക നമ്മുടെ കവർ ഫോട്ടോ ഇവിടെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കവർ ഫോട്ടോയുമായി നമ്മുടെ ലോഗോയുമായി.
ഇനി നിങ്ങൾക്ക് റീൽസും വീഡിയോസും ഒക്കെ ഈ പുതിയ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് താഴേക്ക് വന്നാൽ ഇവിടെ നോക്ക് റീൽസ്, ലൈവ്, അതുപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ളത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഓപ്ഷൻ കൂടെ ഇവിടെ ഉണ്ട്. നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന യൂട്യൂബിലുള്ളതുപോലെ ഫേസ്ബുക്കിലും ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് റീൽസും വീഡിയോസും ഒക്കെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതാണ്. അതിലൂടെ ഞാൻ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഈ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഈ ഫേസ്ബുക്കിനെ കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ ഗ്രോ ചെയ്ത് മോണിറ്റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ ശരിയായ രീതിയിൽ നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.